അജ്മാനിൽ ഒരു വില്ല വാങ്ങുന്നതിൻ്റെ പ്രൊസീജിയറൊക്കെ ഞാൻ ഒരു വർഷം മുന്നേ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റീസെൻ്റ് ആയിട്ട് ഒരു വില്ല വാങ്ങി കഴിയുമ്പോൾ വരുന്ന എക്സ്പെൻസുകളെ പറ്റിയൊക്കെയും നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴും കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നിപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു വാങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് നമ്മൾ കുറച്ച് ഇൻഫർമേഷനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പലരോട് സംസാരിക്കുമ്പോൾ കിട്ടിയിരിക്കുന്ന കൂടുതൽ ഇൻഫർമേഷനും കാര്യങ്ങളും ഒക്കെ കൂടി ചേർത്ത് ഞാനൊരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രൊസീജിയേഴ്സും അതുപോലെ നമ്മൾ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ലോൺ എടുത്ത് വില്ല വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് മാക്സിമം എത്ര എമൗണ്ട് വരെ നമ്മുടെ സാലറിയുടെ ബേസിൽ നമുക്ക് എത്ര എമൗണ്ട് വരെ കിട്ടും എന്നുള്ളൊരു കൺഫർമേഷൻ എടുത്തു വെക്കുക എന്നുള്ളതാണ്. നോർമലി നമ്മളിപ്പോൾ ഞങ്ങളൊക്കെ റിയൽ എസ്റ്റേറ്റ് വഴിയാണ് വീട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ തന്നെ നമുക്ക് ബാങ്ക് ഏജൻറ്റുകളെ പരിചയപ്പെടുത്തിയിട്ട് അവർ തന്നെ നമുക്ക് നമ്മുടെ സാലറിയുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എത്ര വർഷം നമ്മൾ ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ UAE ഉണ്ടായിരുന്നു എന്നുള്ള ഡീറ്റെയിൽസ്, അതുപോലെ നമ്മുടെ ഏജ്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽസ് പറയും. അതായത് നമുക്ക് മാക്സിമം എത്ര എമൗണ്ടിനുള്ള വില്ല വരെ നമുക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളൊരു കൺഫർമേഷൻ പറയും. പിന്നെ വേറൊരു ഓപ്ഷൻ, ഉറപ്പായിട്ടും നമുക്കൊരു വിത്തിൻ 3 months നമുക്ക് ഒരു വില്ല കൺഫേം ചെയ്യാം എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പ്രീ അപ്രൂവൽ എടുത്ത് വെക്കാം. പ്രീ അപ്രൂവൽ എന്ന് പറയുന്നത്, പ്രീ അപ്രൂവൽ മസ്റ്റാണ്. നമ്മൾ ലോൺ എടുക്കുന്നതിന് മുമ്പ് എന്തായാലും പ്രീ അപ്രൂവൽ എടുക്കണം. ആ ഒരു പ്രീ അപ്രൂവൽ എടുത്തു കഴിഞ്ഞാൽ അതൊരു 3 മാസത്തെ വാലിഡിറ്റി ആണുള്ളത്. അപ്പോൾ ഈ ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും അത് എക്സ്പയർ ആയിപ്പോവും. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്തിനുള്ളിൽ അത് വില്ല ഏതാണ് വാങ്ങുന്നത് എന്നുള്ള പ്രോപ്പർട്ടി കൺഫേം ആക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമത് എടുക്കേണ്ടി വരും. അപ്പോൾ അത് ഉറപ്പായിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ നമ്മൾ വില്ല ഓൾറെഡി കണ്ടിഷ്ടായിട്ടുണ്ട്, റെഡിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീ അപ്രൂവൽ എടുത്ത് വെക്കാം. ആ പ്രീ അപ്രൂവലിൽ പറയും നമുക്ക് മാക്സിമം ഇത്ര എമൗണ്ട് വരെ നമുക്ക് എലിജിബിൾ ആണ്, നമുക്ക് ആ ഒരു എമൗണ്ടിനുള്ള വില്ല നമുക്ക് പ്രൊസീഡ് ചെയ്യാം എന്നുള്ളൊരു കൺഫർമേഷൻ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതാണ്. ഇപ്പം നമ്മൾ റിയൽ എസ്റ്റേറ്റ് വഴിയല്ല, ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ വില്ല അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളിപ്പം ഏത് ബാങ്കിൽ നിന്നാണോ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാ ബാങ്കുകളും എല്ലാ സ്ഥലത്തും ലോണുകൾ കൊടുക്കുന്നുണ്ടാവില്ല. ഏതൊക്കെ ബാങ്കുകളാണോ കൊടുക്കുന്നുണ്ടാവുക അവരുടെ സൈറ്റിൽ പോയി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, മോർട്ട്ഗേജ് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് ഏജൻറ്റ് നോർമലി അവർ നമ്മളെ തിരിച്ചു വിളിക്കും. എന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതനുസരിച്ചിട്ട് അവർ നമ്മുടെ എലിജിബിലിറ്റി എന്താണെന്ന് അറിയിക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ വില്ല നോക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വീടിന് വാറൻറ്റി ഉണ്ടോ എന്നുള്ളതാണ്. സാധാരണ ഇപ്പോൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് 1 വർഷത്തേക്ക് ഇപ്പോൾ വീടിനുള്ളിൽ വരുന്ന മേജറായിട്ടുള്ള എന്തെങ്കിലും മെയിൻ്റനൻസ് വരുവാണെങ്കിൽ അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും. നമ്മുടെ ബിൽഡിംഗ് ആരാണോ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അവർ ചെയ്തു തരും. പിന്നെ സീലിങ്ങിന് 25 years വാറൻറ്റി ഉണ്ടാവും. സീലിംഗ് ലീക്കേജ് ഒക്കെ വരുവാണെങ്കിൽ അത് അത്യാവശ്യം നന്നായിട്ട് ചിലവ് വരുന്ന കാര്യമാണ്. അപ്പം അതിന് 25 years വാറൻറ്റിയാണ് സാധാരണഗതിയിൽ കൊടുക്കാറുള്ളത്. പക്ഷേ ചില വില്ലകൾക്ക് ഇങ്ങനെ ഒരു വാറൻറ്റി ഉണ്ടായിരിക്കില്ല. അപ്പം അത് ഉള്ള വില്ലകളാണോ നമ്മൾ നോക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അതെടുക്കേണ്ടത്. പിന്നെ ഫ്രീ ഹോൾഡ് ആയിട്ടുള്ള വില്ലകൾ മേടിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ സാധാരണ നാട്ടിലൊക്കെ നമ്മൾ സ്വന്തമായിട്ടൊരു സ്ഥലമോ വീടോ മേടിക്കുന്നത് പോലെ തന്നെയാണ്. അത് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ തന്നെ ചിലവാണ്. ഇപ്പോൾ നമ്മൾ ഈ ടൗൺ ഹൗസ് അല്ലെങ്കിൽ നമ്മൾ അപ്പാർട്ട്മെൻ്റൊക്കെ മേടിക്കുന്ന സമയത്ത് ഇയർലി സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ടതുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഈ ഫ്രീ ഹോൾഡ് വില്ലകളിലൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു വില്ല വാങ്ങുമ്പോഴത്തേക്ക് നമുക്കിപ്പം പിന്നീട് നമ്മൾ ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു നിലയുള്ള ഒരു വീടാണ് എടുക്കുന്നതെങ്കിൽ അതിന് മുകളിൽ എന്തെങ്കിലുമൊക്കെ പണിയണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ ബേസ്മെൻറ്റിനൊക്കെ ഭയങ്കര വിലക്കുറവുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ അപ്രൂവൽ കിട്ടത്തുമില്ല. നമ്മൾ അപ്രൂവൽ എടുത്തിട്ടാണ് എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അത് നമുക്ക് ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് ലോണിൽ അപ്ലൈ ചെയ്യുമ്പോഴും ഒറ്റ നിലയുള്ള വീടുകൾക്ക് വാല്യൂ വളരെ കുറച്ചായിരിക്കും വരുന്നുണ്ടാവുക. ബാങ്കിൽ നമ്മൾ ഇവാലുവേഷന് വേണ്ടിയിട്ട് മാത്രം ഏകദേശം ഒരു 3000 ദിറംസാണ് ഞങ്ങൾ ഒരു 1 year മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഏതാണ്ട് അത്ര തന്നെയാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു എമൗണ്ട് കൊടുത്തിട്ടാണ് ഇവാലുവേഷൻ ചെയ്യുന്നത്. ആ സമയത്ത് അത് റിജക്റ്റ് ആവുകയാണെങ്കിൽ പിന്നെ നമ്മൾ വേറെ വീട് കണ്ടുപിടിച്ചിട്ട് രണ്ടാമത് ഇതേ പ്രൊസീജിയറൊക്കെ ചെയ്യേണ്ടി വരും. ബാങ്ക് ലോൺ വഴിയാണ് നമ്മൾ പ്രോപ്പർട്ടി വാങ്ങുന്നതെങ്കിൽ പ്രോപ്പർട്ടി വാല്യൂവിൻ്റെ 80% നമുക്ക് ലോണായിട്ട് കിട്ടാറുള്ളത്. അപ്പോൾ ഇൻ കേസ് നമ്മൾ ഈ വാങ്ങുന്ന വിലയേക്കാൾ കൂടുതൽ പ്രോപ്പർട്ടിക്ക് വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ആ കൂടുതലുള്ള എമൗണ്ടിൻ്റെ 80% കിട്ടും. ചില സമയത്ത് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർട്ടി വാല്യൂവിനേക്കാൾ കുറഞ്ഞ എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ ഇവാലുവേറ്റ് ചെയ്ത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കുറവുള്ള എമൗണ്ട് കൂടി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇൻ കേസ് പ്രോപ്പർട്ടി വാല്യൂ നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ എമൗണ്ട് കിട്ടും. അതായത് ടോട്ടൽ എത്രയാണോ ഇവാലുവേറ്റ് ചെയ്യുന്നത് അതിൻ്റെ 80% ആണ് നമുക്ക് കയ്യിൽ, അതായത് നമ്മൾ ആരുടെ നിന്നാണോ മേടിക്കുന്നത് അവരുടെ പേരിലാണ് മാനേജേഴ്സ് ചെക്ക് കൊടുക്കാറുള്ളത്. ആ ഒരു ചെക്ക് എമൗണ്ട് വരാറുള്ളത്. പിന്നെ ഇത് കൂടാണ്ട് വരുന്ന ചിലവെന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ചാർജാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്കും കൂടി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്.
അതുകൂടാണ്ട് ഈ പേയ്മെൻറ്റൊക്കെ തന്നെ നമ്മളൊരു ആപ്ലിക്കേഷൻ വഴിയാണ് ചെയ്യുന്നത്, ക്യാഷ് ആയിട്ടല്ല. നമ്മളിപ്പോൾ ആദ്യം ക്യാഷ് ആ ഒരു അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെയ്യുന്നത്. ഈ പ്രൊസീജിയറൊക്കെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് കഴിയും. അതുപോലെ നമ്മുടെ നാട്ടിലെ പോലുള്ള വലിയ കുറേ അധികം പേപ്പേഴ്സ് ഒന്നും ഉണ്ടാകത്തില്ല. ഒറ്റ ടൈറ്റിൽ ഡീഡ് എന്ന് പറയുന്ന ഒരു ഒറ്റ പേപ്പർ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. പിന്നെ ഒരു വില്ലയുടെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞാൽ മിനിമം ഒരു 2-2.5 മാസം കഴിഞ്ഞ് തന്നെ നമുക്ക് അവിടേക്ക് കയറി താമസിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സാധാരണഗതിയിൽ ഇലക്ട്രിക്കൽ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇലക്ട്രിസിറ്റിക്കും വാട്ടറിനും വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ചില വില്ലകളിലൊക്കെ ഇലക്ട്രിക്കൽ വർക്കൊക്കെ കുറച്ച് പെൻഡിങ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പം രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവർ ഈ ഒരു വർക്കൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് തരാറുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനൊരു കുറച്ച് ഡിലേ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഞങ്ങൾ എടുത്തിരിക്കുന്ന സമയത്ത്, അതായത് 1.5 years മുന്നെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ അപ്ലൈ ചെയ്ത് 3ാമത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇലക്ട്രിസിറ്റി ഞങ്ങൾക്ക് 1 month കഴിഞ്ഞിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ സമയത്ത് നന്നായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം കാരണമാണ് അന്ന് അങ്ങനെ ഒരു ഡിലേ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം രജിസ്റ്റർ ചെയ്യുന്നവർക്കൊക്കെ ഇലക്ട്രിസിറ്റി ഫസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ വെള്ളം ഡിലേ ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷേ നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് താമസത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് ടാങ്കിലേക്ക് നമുക്ക് പുറത്തുനിന്ന് ടാങ്കറിൽ നമുക്ക് വെള്ളം കൊണ്ടുവന്നിട്ട് നമുക്കത് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ടാങ്കിന് 50 dirhams ആ ഒരു റേഞ്ചിൽ തന്നെ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ടാങ്ക് അടിക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ വില്ലകളിലും 2 ടാങ്ക് ഉണ്ടാവും. ഒന്ന് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ എവിടെയെങ്കിലും, ഗ്രൗണ്ട് ഫ്ലോറിലല്ല മുറ്റത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. ഒരെണ്ണം ടെറസിന് മുകളിലും ഉണ്ടാവും. അപ്പോൾ നമ്മളത് 2 ടാങ്കിലും ഫില്ല് ചെയ്യുകയാണെങ്കിൽ 1 week ഒക്കെ ധാരാളമായിട്ട് അത് ഇങ്ങനെ ഓടും, പ്രശ്നമൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് വീഡിയോ ഇട്ടിരുന്നപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പ് വെള്ളമാണോ അതോ ദുബായിലേക്കുള്ള പോലത്തെ നോർമൽ വാട്ടർ തന്നെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോർമൽ വാട്ടർ തന്നെയാണ്, ഞങ്ങൾക്ക് ഒരു ഡിഫറൻസ് തോന്നിയിട്ടില്ല. പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ ഫിൽറ്റർ വെച്ചിട്ടാണ് കുടിക്കാനുള്ള വെള്ളം എടുക്കുന്നത്. അപ്പം ആ സെയിം വാട്ടർ തന്നെയാണ് ഞങ്ങൾ ഫിൽറ്റർ വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ സെക്യൂരിറ്റി ഇഷ്യൂസിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ വേറെ സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും. ഞങ്ങൾക്കും അതേ ഡൗട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വന്ന സമയത്ത് തന്നെ CCTV വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ CCTV വെക്കാത്തടത്തും ഇതുപോലെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ ആദ്യം ഞാൻ ഈ ഒരു പ്രൊസീജിയറൊക്കെ ഇടുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പാർട്ട്മെൻറ്റിലും വില്ലയ്ക്കൊക്കെ ഒരേ ലോൺ പ്രൊസീജിയർ തന്നെയാണ്. ശരിക്കും അങ്ങനെയല്ല, അത് ഞാനൊരു മിസ്റ്റേക്ക് പറഞ്ഞതായിരുന്നു. വില്ലയുടെ ആണെങ്കിൽ തന്നെ നമ്മളിപ്പം സാലറി ആയിട്ടുള്ള ഒരാൾക്ക് ഉള്ള ക്രൈറ്റീരിയ അല്ല ബിസിനസ് ചെയ്യുന്നവർക്ക്. അവർക്ക് ആനുവൽ ടേൺ ഓവറിൻ്റെ ബേസിലാണ് മാക്സിമം എത്ര ലോൺ കിട്ടും, അല്ലെങ്കിൽ ലോണിന് എലിജിബിൾ ആണോ എന്നൊക്കെ ഉള്ളത്. അതിന് ഡോക്യുമെൻസും ഒക്കെ വേറെ തന്നെയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഏജിൻ്റെ കാര്യത്തിലും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു വില്ല വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, വില്ലയായാലും അപ്പാർട്ട്മെൻ്റ് ആയാലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ബാങ്കിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതുപോലെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഏരിയയിൽ സേവേജ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പകരം നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ ടാങ്കുകൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടാങ്ക് ഫുൾ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആളെ വിളിച്ചിട്ട് ക്ലിയർ ചെയ്യിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയ ടാങ്കാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ 1.5 വർഷമായിട്ടും ഫുള്ളായിട്ടില്ല. ഏകദേശം ഒരു 2 വർഷം കൂടുമ്പോഴാണ് ചെയ്യേണ്ടി വരിക എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ മുമ്പ് ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്കൊക്കെ 3 മാസം കൂടുമ്പോൾ മാറ്റേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ആൾ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഇടയ്ക്കൊക്കെ അവർക്ക് 1 month ആകുമ്പോൾ തന്നെ ഇതിങ്ങനെ ഫില്ലാവുന്നുണ്ട്, അപ്പോൾ അങ്ങനെ മാറ്റേണ്ടി വരുന്നുണ്ട്. പിന്നെ കൂടാതെ അവരുടെ തന്നെ ആ ഒരു ലൈനിൽ ഇവരുടെ വീട് മാത്രമല്ല വേറെയും കുറേ വീടുകൾ ഇങ്ങനെ സെയിം ഇഷ്യൂ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ സംഭവം എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ടാങ്കിൻ്റെ സൈസ് ചെക്ക് ചെയ്യാൻ പറ്റുവാണ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുറച്ചൊക്കെ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും പിന്നെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനും ഒക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോയിലെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് പുതിയ കമൻറ്റുകളൊക്കെ വരുമ്പോഴായിരിക്കും അയ്യോ നമ്മൾ ഇത് പറയാൻ മറന്നുപോയാലോ അത് പറയാൻ മറന്നുപോയാലോ എന്നൊക്കെ ആലോചിക്കുക. അപ്പം എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.